തിരുവനന്തപുരത്ത് വീണ്ടും പോലീസിന്റെ ക്രൂരത. യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കിയ ശേഷം മാറനല്ലൂർ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതായാണ് ആരോപണം. മാറനല്ലൂർ പാൽക്കുന്ന് സ്വദേശികളായ ശരത്ത്, ശരൺ, അച്ഛൻ ശശി, സുഹൃത്ത് വിനു എന്നിവരാണ് മർദ്ദനത്തിന് ഇരയായത്. ക്രൂരമർദ്ദനത്തെ തുടർന്ന് കൂലിപ്പണിക്ക് പോകാനാകാത്ത സ്ഥിതിയാണെന്ന് ഇവർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അർദ്ധരാത്രിയിൽ വീട്ടിലാരൊക്കെയോ മതിൽ ചാടിക്കടന്നുവെന്ന് അയൽവാസി വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് ശരത്തും ശരണും പിതാവ് ശശിയും ഇവരുടെ സുഹൃത്തായ വിനുവും തെരച്ചിലിനെത്തിയത്. വീടിന് സമീപം കണ്ടവരെ ചോദ്യം ചെയ്തു. എന്നാൽ അത് മഫ്തിയിലെത്തിയ മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് അറിയാതെ തടഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പോലീസുകാർ മൂവരെയും വെറുതെ വിട്ടില്ല. മാതാപിതാക്കളുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് കേട്ടാലറയ്ക്കുന്ന തെറിവിളിച്ച് ക്രൂരമായി മർദ്ദിച്ചു. ക്രിമിനലുകൾ ഉപയോഗിക്കുന്ന ടൂൾസാണ് അവരുടെ കയ്യിലുള്ളത്. അത് വെച്ച് മാരകമായിട്ട് കഴുത്തിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചു വെച്ചിട്ട് കുനിച്ചതിന് ശേഷം കൈമുട്ട് വെച്ചാണ് ഇടിക്കുന്നത്. 16 ദിവസം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിലിറങ്ങി. നൽകാവുന്നിടത്തെല്ലാം പരാതി നൽകി. എന്നിട്ടും നടപടിയുണ്ടായില്ല. ഇവര് സെറ്റിൽമെന്റിന് വേണ്ടി പലതവണ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ സമീപിച്ചെന്ന് പറഞ്ഞത് അവരെ വിളിച്ച് അവർ ഡയറക്റ്റ് അല്ലാതെ വേറെ ആൾക്കാരെ കൊണ്ട് ഞങ്ങളെ ചെയ്തു. കൂലിപ്പണിക്ക് പോയി കുടുംബം നോക്കിയിരുന്നവരാണ് മൂവരും. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ ഇപ്പോൾ ശാരീരികമായി അവശതയിലാണ്. ചികിത്സയ്ക്കും പണമില്ല. നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനാണ് ഈ ചെറുപ്പക്കാരുടെ തീരുമാനം. നീതിയും ന്യായവും ആരുടെ ഭാഗത്തായാലും അത് പുറത്തു വരണം. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം VS അനുരാഗ്, ന്യൂസ് മലയാളം.